എല്ലാവർക്കും നമസ്കാരം. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ മറ്റൊരു യൂസ്ഫുൾ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്, നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഓരോ ആഴ്ചകളിലായിട്ട് LP UP പരീക്ഷ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപ്ഡേറ്റുകളും അതേപോലെ കേട്ടറ്റ് പരീക്ഷ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപ്ഡേറ്റുകളും നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അറിയിക്കുവാൻ പോകുന്നത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. എന്താണെന്ന് ചോദിച്ചാൽ, മക്കളെ, നമുക്ക് ഈ LP UP പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരുവാൻ ഇനി ഏകദേശം 6 മാസത്തെ സമയം മാത്രമേ ഉള്ളൂ. 2026 അവസാനം 6 മാസം കഴിയുമ്പോൾ നമ്മുടെ മുമ്പിലെ LP UP പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരും. തുടർന്ന് പിന്നെ നിങ്ങൾക്ക് ഒരു 5 മാസം കൂടി പഠിക്കുവാൻ കിട്ടും. അങ്ങനെ മൊത്തത്തില് 6, 5, 11 മാസത്തെ സമയമാണ് നമുക്ക് LP UP പരീക്ഷയ്ക്ക് മുമ്പായിട്ട് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഓരോ ദിവസങ്ങളും കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് വളരെ ഭംഗിയായിട്ട് നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതല്ല നിങ്ങൾ നെഗറ്റീവ് ന്യൂസുകളുടെ പുറകിന് പോയതിനു ശേഷം നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഒന്ന് പഠിച്ചു തുടങ്ങാം എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് ഭേദപ്പെട്ട ഒരു മാർക്ക് നേടുവാൻ സാധിക്കത്തില്ല. ആ ഭേദപ്പെട്ട മാർക്ക് നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിൽ കുഞ്ഞുങ്ങളെ, നമ്മുടെ അടുത്ത LP UP നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങ് പോവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം. ഓരോ ദിവസങ്ങളും നിർണായകമാണ്. ആ ഓരോ ദിവസങ്ങളും കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് വളരെ ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്യണം. നമ്മുടെ മുമ്പിൽ ഒരു പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ഒരു 300 ദിവസം മുതൽ ഒരു 350 ദിവസ സമയമാണ് പഠിക്കാൻ കിട്ടുന്നത്. ആ ദിവസങ്ങളെല്ലാം പ്ലാൻഡ് ആയിരിക്കണം. അവിടെ ഒന്നും നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ പാടില്ല. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ ഇനിയും പഠനം തുടങ്ങിയില്ലെങ്കിൽ പോലും കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് വളരെ ഭംഗിയായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകണം. നിങ്ങൾ എല്ലാവരും റിക്വസ്റ്റ് ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്, ഈ LP UP പരീക്ഷകളിലെ മാത്സിലെ മുഴുവൻ മാർക്കും എങ്ങനെയാണ് വാങ്ങിക്കേണ്ടത്, എങ്ങനെ പഠിച്ചാൽ, അല്ലെങ്കിൽ ഇപ്പോൾ മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഏത് രീതിയിൽ മുമ്പോട്ട് പോകുമ്പോഴാണ് മാത്സിനകത്തെ ആ 15 മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കുന്നത്. എല്ലാവരും ചോദിക്കുന്ന ചോദ്യം. ചില ആൾക്കാരൊക്കെ ഉണ്ട്, സാറേ പണ്ടേ മാത്സ് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പക്ഷെ LP UP പരീക്ഷയ്ക്ക് മാത്സ് ഒരു സ്ഥിര സാന്നിധ്യം ആയതുകൊണ്ട് ആ 15 മാർക്ക് എങ്ങനെ അടിക്കാം, അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പറഞ്ഞു തരാമോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് വന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. കുഞ്ഞുങ്ങളെ, ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, ഇനി നിങ്ങളുടെ മുമ്പിലെ 6 മാസത്തെ സമയമുണ്ടല്ലോ ഇല്ലേ? നോട്ടിഫിക്കേഷൻ വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് 6 മാസത്തെ സമയം നിങ്ങളുടെ മുമ്പിലുണ്ട്. ഈ 6 മാസത്തെ സമയം കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, സിലബസിനകത്തേക്ക് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. സിലബസിനകത്തേക്ക് പോകാതെ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, ആ സിലബസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ഭിന്നസംഖ്യ, ദശാംശ സംഖ്യ, വർഗം, വർഗമൂലം, ശരാശരി, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ക്ലോക്ക്, കലണ്ടർ, അങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു സിലബസ് നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അവിടേക്കൊന്നും നിങ്ങൾ പോകണ്ട. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, ഒരു സംഖ്യ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് വെട്ടിയെടുക്കേണ്ടത് എന്ന് പഠിക്കണം. ആദ്യമായിട്ട് നിങ്ങൾ ഓരോരുത്തരും മാത്സിനകത്തെ മുഴുവൻ മാർക്ക് വാങ്ങിക്കുവാൻ വേണ്ടിയുള്ള ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, അടുത്ത 6 മാസം നിങ്ങൾ സിലബസ് കേന്ദ്രീകരിച്ച് പഠിക്കാൻ നിൽക്കേണ്ട. അത് ചെയ്യുന്ന മണ്ടത്തരമാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് 6 മാസത്തിനുള്ളിൽ സംഖ്യകളെ വെട്ടിയെടുക്കാൻ പഠിക്കണം. എത്ര കോംപ്ലിക്കേറ്റഡ് സംഖ്യ കിട്ടിയാലും നിങ്ങൾക്ക് പെട്ടെന്ന് വെട്ടിയെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. അതിന് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ സഹായിക്കാം. അതായത് ബേസ്മെന്റ് സ്ട്രോങ് ആക്കുന്നതിന്റെ ഭാഗമായിട്ട് വെട്ടിക്രിയ ചെയ്യുവാൻ ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കാം. നിങ്ങൾ ജസ്റ്റ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അല്ലേ? 2 മുതൽ 9 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത്രയും നിങ്ങൾ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരിക്കൽ കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ വെട്ടിയെടുക്കുന്നത് കൃത്യമായിട്ട് ഞാൻ പഠിപ്പിക്കാം. അപ്പൊ നിങ്ങൾ ആ വെട്ടിയെടുക്കുന്ന കാര്യം മനസ്സിൽ സെറ്റ് ആണെങ്കിൽ ഉണ്ടല്ലോ, മാത്സിലെ നിങ്ങൾക്ക് വലിയ കോൺഫിഡൻസ് ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് എത്ര കോംപ്ലിക്കേറ്റഡ് സംഖ്യ കിട്ടിയാലും വെട്ടിയെടുക്കാൻ അറിയാമോ,
അറിയാമെന്നുണ്ടെങ്കിലുണ്ടല്ലോടാ, നിങ്ങൾ ആ മാത്സിനകത്ത് വലിയ ആത്മവിശ്വാസം നിങ്ങൾക്ക് കിട്ടും. അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അതിനുശേഷം നിങ്ങൾ സംഖ്യകളെ കുറിച്ച് പഠിക്കണം. പലതരത്തിലുള്ള സംഖ്യകളില്ലേ? എണ്ണൽ സംഖ്യകൾ, നിസർഗ സംഖ്യകൾ, അഖണ്ഡ സംഖ്യകൾ, പൂർണ്ണ സംഖ്യകൾ, ന്യൂനസംഖ്യകൾ, അതിസംഖ്യകൾ, ഋണപൂർണ്ണ സംഖ്യകൾ, അതേപോലെ പരിപൂർണ സംഖ്യ, അതേപോലെ തന്നെ അനകസംഖ്യ, അങ്ങനെ ഒരുപാട് സംഖ്യകളുണ്ട്. ആ സംഖ്യകളെ കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഭിന്നസംഖ്യ, ഭിന്നക സംഖ്യ, അഭിന്നക സംഖ്യ, രേഖീയ സംഖ്യകള്, അങ്ങനെ സംഖ്യകളെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കണം. അതിനുശേഷം ഭിന്നസംഖ്യകളെ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും പഠിക്കണം. ശേഷം ദശാംശ സംഖ്യകളെ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും പഠിക്കണം. അതിനുശേഷം കൃത്യംഗ സംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് കൃത്യംഗ സംഖ്യകൾ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ ക്രിയകൾ ചെയ്യുന്നത്, എങ്ങനെയാണ് വെട്ടിയെടുക്കുന്നത്, കൃത്യംഗ സംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആഴത്തിലുള്ള ഒരു അറിവ് നിങ്ങളിൽ ഉണ്ടാകണം. അതിനുശേഷം നിങ്ങൾ കരണികളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, കരണികൾ എന്ന് പറഞ്ഞാല് മക്കളെ റൂട്ടുള്ള സംഖ്യകളെ പറയുന്ന പേരാണ് കരണികൾ. കരണികളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചെയ്തു പഠിക്കണം. എങ്ങനെയാണ് കരണികൾ, എന്താണ് കരണികൾ, ഈ കരണികളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എങ്ങനെയാണ് PSC പരീക്ഷകൾക്ക് ചോദിക്കുന്നത്, അത്തരം കാര്യങ്ങളിലെ ഒരു വ്യക്തത കൂടി വരുത്തിയതിന് ശേഷം നിങ്ങളുടെ സിലബസിനകത്ത് സർവസമവാക്യങ്ങൾ എന്നൊരു പറയുന്ന ഒരു ഭാഗമുണ്ട്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. a+b² a-b², a+b³ a-b³ എന്ന് പറയുന്ന സർവസമവാക്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അറിഞ്ഞിരിക്കേണ്ട 7 സർവസമവാക്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി പഠിക്കണം. അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യത്തെ 6 മാസത്തിനുള്ളിൽ ചെയ്തു തീർക്കേണ്ട കാര്യം. അല്ലാതെ നേരെ പോയിട്ട് ആ സിലബസ് എടുത്ത് വെച്ച് പഠിക്കുകയല്ല മാത്സിനകത്ത് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ ഭാഗം സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഇതെല്ലാം അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് മനസ്സിലാവും. ഇതിനകത്ത് ഒരു ധാരണ ഇല്ലാത്ത ഒരു വ്യക്തി നേരെ പോയി ശരാശരി എന്ന് പറയുന്ന ടോപ്പിക് അവൻ അറിഞ്ഞു എങ്ങനെങ്കിലുമൊക്കെ അങ്ങ് പഠിച്ചെടുക്കും. അവന് ഇഷ്ടമില്ലാതെ ആയിരിക്കും അവൻ പഠിക്കുന്നത്. ഇത്രയും കാര്യത്തിലെ ഒരു തറവായിട്ടുള്ള ഒരു നോളജ് അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പരീക്ഷ വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് മാത്സിനകത്തെ മുഴുവൻ മാർക്കും വാങ്ങിക്കുവാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, സാറേ ആദ്യത്തെ 6 മാസം കൊണ്ട് ഘട്ടം ഘട്ടങ്ങളായിട്ട് ഇത്രയും കാര്യങ്ങൾ ഞങ്ങളെ പൂർത്തീകരിക്കുവാൻ സാറിന്റെ സഹായം ഉണ്ടാകുമോ എന്നല്ലേ നിങ്ങളുടെ സംശയം? ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. കഴിഞ്ഞ LP UP പരീക്ഷയ്ക്ക് ഞാനും അങ്ങനെ തന്നെ അവരെ പഠിപ്പിച്ചത്. കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ അവർക്ക് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു കൊടുത്തു. ന്യൂനസംഖ്യകൾ കൂട്ടുക, കുറയ്ക്കുക, ഗുണിക്കുക, ഹരിക്കുക. പലർക്കും നെഗറ്റീവ് സംഖ്യകളെ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും അറിയില്ല. പക്ഷെ അവർ നേരെ പോകുന്ന എന്തുവാ, സിലബസ് കേന്ദ്രീകരിച്ചുകൊണ്ട് പഠിക്കും. അപ്പൊ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പൊ നിങ്ങൾ എപ്പോഴും മാത്സിനകത്തെ മുഴുവൻ മാർക്കും വാങ്ങിക്കുവാൻ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, സിലബസ് കേന്ദ്രീകരിച്ചുകൊണ്ട് പഠിക്കുവാൻ പാടുള്ളൂ. അത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കണം, അല്ലാതെ നേരെ പോകരുത്. ഇനി ഇത്രയും പൂർത്തിയാക്കിയതിനു ശേഷം നമുക്ക് സിലബസിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ മക്കളെ ഇതാണ് PSCയുടെ ഒഫീഷ്യലായിട്ടുള്ള സിലബസ്. LP UPക്ക് വേണ്ടി അവർ ഒഫീഷ്യലായിട്ട് ഇറക്കി വെച്ചിരിക്കുന്ന സിലബസ് ഇതാണ്. കണ്ടോ, ഭിന്നസംഖ്യയുണ്ട്, ദശാംശ സംഖ്യയുണ്ട്, വർഗം വർഗമൂലം ഉണ്ട്, ശരാശരി ഉണ്ട്, അംശബന്ധം അനുപാതം ഉണ്ട്. പക്ഷെ ഈ ടോപ്പിക്കുകളിൽ നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്കിൽ നിന്നുമുള്ള അടിസ്ഥാനപരമായിട്ടുള്ള അറിവ് നിങ്ങൾ നേരത്തെ നേടിക്കഴിഞ്ഞത് കൊണ്ട് ജോമെട്രി അല്ലെങ്കിൽ ജാമിതീയ രൂപങ്ങൾ എന്ന് പറയുന്ന ഭാഗം മാത്രമേ ഉള്ളൂ നിങ്ങൾക്കിനി ഒന്നേന്ന് പഠിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് അടുത്ത ഒരു 5 മാസത്തിനുള്ളിലെ നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിച്ചുകൊണ്ട് 2 തവണ റിവിഷൻ നടത്താനുള്ള സമയമുണ്ട്. കണ്ടോ, 2 തവണ റിവിഷൻ നടത്താനുള്ള സമയമുണ്ട്. അപ്പൊ ആദ്യം നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തുക. അവിടെയാണ് നിങ്ങൾ കൂടുതൽ സമയം എടുക്കേണ്ടത്. അത്തരം കാര്യങ്ങൾ പഠിക്കാൻ കൂടുതൽ സമയം എടുത്ത് ആ ഒരു ഭാഗം തറവാക്കി വെച്ചതിന് ശേഷം നേരെ സിലബസിലേക്ക് വരിക. എന്നിട്ട് ആ സിലബസിനകത്തേക്ക് വന്നിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് പഠിക്കണം. അതൊക്കെ നമുക്ക് കൊണ്ടു നടക്കും. അതിനുശേഷമാണ് നമുക്ക് പതുക്കെ
SCERT കടക്കേണ്ടത്. SCERT പഠിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് 10ാം ക്ലാസ് പാഠപുസ്തകം. കാരണം എപ്പോഴും 10ാം ക്ലാസ് പാഠപുസ്തകങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് എപ്പോഴും LP UP പരീക്ഷകൾക്ക് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം 10ാം ക്ലാസ് പാഠപുസ്തകം കേന്ദ്രീകരിച്ച് പഠിക്കണം. അതായത് പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഞാൻ പറയും. 1ാമത്തെ ചാപ്റ്റർ സമാന്തര ശ്രേണി, 2ാമത്തെ ചാപ്റ്റർ വൃത്തങ്ങളും കോണുകളും, 3 ബീജഗണിതം എന്ന് പറയുന്ന ഭാഗം, 4ാമത്തത് നമ്മുടെ ഈ പ്രോബബിലിറ്റി അല്ലെങ്കിൽ സാധ്യതകളുടെ ഗണിതം. അങ്ങനെ ഒരു മൊത്തത്തില് ഒരു 10-14 ചാപ്റ്റർ ഉണ്ടെങ്കിലും ഒരു 7-8 ചാപ്റ്റർ വൃത്തിയായിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ LP UP മാത്സ് എന്ന് പറയുന്ന ആ കടമ്പ അവിടെ പൂർത്തീകരിക്കും. ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. 3 കാര്യങ്ങൾ. 1, അടിസ്ഥാനം ക്ലിയർ ചെയ്യുക. 2ാമത് സിലബസ് കേന്ദ്രീകരിക്കുക. തുടർന്ന് SCERT വരിക. 11 മാസത്തെ സമയം നമുക്കുണ്ട്. ഈ 11 മാസത്തിനിടയിലെ ഈ 3 കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിച്ചുകൊണ്ട് 2 തവണ റിവിഷൻ നടത്തിയിട്ട് വളരെ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് എക്സാം ഹാളിലേക്ക് കടക്കുവാൻ CC നിങ്ങളെ സഹായിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോഴേ നിങ്ങൾ LP UP പരീക്ഷ പ്രിപ്പറേഷൻ തുടങ്ങണം എന്ന് പറഞ്ഞതിന്റെ കാരണം അതാ. സിലബസ് വന്നതിന് ശേഷമാണ് നിങ്ങൾ, നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമാണ് നിങ്ങൾ പഠിക്കാനിരിക്കുന്നതെങ്കിൽ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ 11 മാസം കൊണ്ട് പഠിക്കേണ്ട സാധനം 5 മാസം കൊണ്ട് പഠിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ആ വർക്ക് ലോഡ് അല്ലെങ്കിൽ വർക്ക് പ്രഷർ കൂടും. അപ്പൊ നമുക്കത് ഈ പറഞ്ഞ രീതിയിൽ വളരെ ആസ്വദിച്ച് പഠിച്ചുകൊണ്ട് ഇത് പൂർത്തീകരിക്കുവാൻ സാധിക്കത്തില്ല. നമുക്ക് എന്ത് പഠിക്കുമ്പോഴും അത് ആസ്വദിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തട്ടി നിൽക്കും, അല്ലേ? നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നതിലുപരി ഇഷ്ടപ്പെട്ട് പഠിക്കുമ്പോഴാണ് അത് മനസ്സിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു യാത്രയിലെ അടുത്ത 2028 LP UP റാങ്ക് ലിസ്റ്റിലെ നിങ്ങൾ ഓരോരുത്തരും ആദ്യത്തെ 50-നകത്തേക്കാണ് നിങ്ങളുടെ പേരുകൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഇപ്പോഴേ പഠനം നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. ഈ രീതിയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്സിനകത്തെ 15-ൽ 15 മാർക്കും കിട്ടും, ഉറപ്പെന്നുള്ള കാര്യം ഇത് എന്റെ ഉറപ്പാണ്. ഇത് കഴിഞ്ഞ 2-3 LP UP പരീക്ഷകളിൽ നിന്ന് കിട്ടുന്ന വ്യക്തമായ ആധികാരികമായിട്ടുള്ള ഒരു അനാലിസിസ് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ രീതിയിലാണ് നിങ്ങൾ പഠിച്ച് മുമ്പോട്ട് പോകേണ്ടത് എന്നുള്ള കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുന്നു. 1ാം ഘട്ടം, 2ാം ഘട്ടം, 3ാം ഘട്ടം, ഇത് 3ഉം പൂർത്തീകരിച്ചുകൊണ്ട് 2 തവണ റിവിഷൻ നടത്തുവാനുള്ള സമയമാണ് അടുത്ത 11 മാസം എന്ന് പറയുന്നത്. വിട്ടുപോകരുത്, കളയരുത്. വലിയ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുമ്പിൽ വന്നത് എന്നുള്ള കാര്യം കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് LP UP പരീക്ഷാ പ്രിപ്പറേഷന്റെ ഈ ആഴ്ചയിലെ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്ത് സജഷൻ ഉണ്ടെങ്കിലും എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതനുസരിച്ചുകൊണ്ടുള്ള തീർച്ചയായിട്ടും അടുത്ത വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ തീർച്ചയായിട്ടും എത്തിക്കും. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം, അടുത്ത വീഡിയോയിൽ കാണാം.